എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, രണ്ട് കേരള സംഗീത അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ. വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മയെ പോലും പറയുകയാണ്, പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. സമൂഹത്തിൽ ഒരു പട്ടികജാതിക്കാരനെ മാനസികമായും ശാരീരികമായും മോശക്കാരനാക്കുന്ന രീതിയിലുള്ള സംഭാഷണം തീർച്ചയായിട്ടും ഒരു അട്രോസിറ്റി എന്നുള്ള രീതിയിൽ ഇത് നിയമവിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്.